ഞാനിപ്പോൾ ഉള്ളത് റഷ്യയിലാണ്. ഇവിടെ സൺറൈസ് ആവുന്നത് പുലർച്ചെ 3 മണിക്കാണ്. സൺസെറ്റ് രാത്രി 10 മണിക്ക് ശേഷവും മഗ്‌രിബ് ആയാൽ ഉണ്ടാവുന്ന ആകാശത്തിലെ ചുവപ്പ് സൺറൈസ് വരെ ഉണ്ടാവും. ആയതിനാൽ നിസ്കാരങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് പറഞ്ഞു തരണം. രാത്രി 10 മണിക്ക് സൂര്യൻ അസ്തമിച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ആകാശത്തിൽ ചുവപ്പ് ഉണ്ടാവുമ്പോൾ ഇശ എങ്ങനെ നിസ്കരിക്കും? റമദാനിൽ അത്താഴം ഏത് സമയത്ത് കഴിക്കണം എന്ന് ആണ് അറിയേണ്ടത്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ലോകത്ത് പല ഭാഗത്തും പല കോലത്തിലാണ്. ഏതായാലും മഗ്‌രിബ് നിസ്കരിക്കേണ്ടത് സൂര്യൻ അസ്തമിച്ച ഉടനെ. ഇനി മേഘത്തിലുള്ള ചുവപ്പ് സൂര്യോദയം വരെ പോകാത്ത ഒരു പ്രത്യേക സാഹചര്യമാണെങ്കിൽ സാധാരണഗതിയിൽ അതിന്റെ സമീപത്തുള്ള രാജ്യങ്ങളിൽ ഈ രണ്ടും വേർതിരിയുന്ന പ്രദേശം ഏതാണോ അവിടെ എത്ര സമയമാകും എന്നത് നോക്കിയിട്ട് അതടിസ്ഥാനത്തിൽ ഇശാ നിസ്കരിക്കേണ്ടതാണ്. അതായത് ഈ നാട്ടിൽ ഇപ്പം ഒരു നാടെന്ന് പേര് പറയണ്ട, ഏത് നാട്ടിലാണെങ്കിലും ആ നാട്ടിൽ മഗ്‌രിബ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മേഘത്തിലുള്ള ചുവപ്പ് പിന്നെ സൂര്യൻ ഉദിച്ച് ഫജ്റിന് സൂര്യൻ ഉദിക്കുന്നത് വരെ ആ ചുവപ്പ് പോവില്ല. അങ്ങനത്തോടത്ത് പിന്നെ ഇശാന്റെ സമയം കണ്ടെത്താൻ കഴിയില്ലല്ലോ. അവിടെ തന്നെ നിവർത്തി. ഇത് എല്ലാ നാട്ടിലും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ ഇല്ലാതെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചുവപ്പ് മായുന്നൊരു സമയം അടുത്തുള്ള രാജ്യം എവിടെയാണോ ആ നാട്ടിൽ എത്ര സമയത്തിനിടയിലാണ് സൂര്യാസ്തമിച്ചിട്ട് ചുവപ്പ് മാറുന്നത് നോക്കുക. അത്രയും സമയമാവുമ്പോൾ മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, ഇശാ പ്രവേശിച്ചിരിക്കുന്നു എന്ന് കണക്കാക്കി നിസ്കരിക്കണം. അല്ലാതെ മക്കത്തെ എങ്ങനെയാണ് നോക്കിയിട്ട് പണ്ട് വഹാബി അറിഞ്ഞേക്ക അങ്ങനെയല്ല. മക്കത്തെ എങ്ങനെ നോക്കിയിട്ടല്ല, മറിച്ച് ഈ വേർതിരിയാത്ത നാട്ടിന്റെ തൊട്ട് സമീപത്ത് നിൽക്കുന്ന നാടുകളിൽ എവിടെയാണോ വേർതിരിയുന്നതെങ്കിൽ ആ വേർതിരിയുന്ന നാട്ടിൽ ആ സമയം കണക്കാക്കി അതുപോലെ ഇവിടെയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യം അങ്ങനെ തന്നെ. അസ്തമിക്കുന്ന സമയത്ത് നോമ്പ് മുറിച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഫജ്റിന്റെ വേറെ ഒരു അടയാളവും കാണൂല, എപ്പോഴും ചുവപ്പ് തന്നെ. മഗ്‌രിബ് മുതൽ സൂര്യൻ ഉദിക്കുന്നവരെ ചുവപ്പ, വേറൊരു വ്യത്യാസമില്ല. എങ്കിൽ അവിടെയും ഇതേ മാർഗം തന്നെ സ്വീകരിക്കുക. അതായത് ഈ രാജ്യത്തിന്റെ തൊട്ടടുത്ത് ഏത് രാജ്യത്താണോ ഫജ്ർ വേർതിരിഞ്ഞ് കാണുകയും സൂര്യോദയത്തിന്റെ സമയം വേർതിരിഞ്ഞ് കാണുകയും ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് അവിടുത്തെ സമയം ഇവിടെയും സങ്കല്പിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ദജ്ജാൽ വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഒന്നാമത്തെ ദിവസം ഒരു വർഷം പോലെയും രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെയും മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെയും ഇരിക്കും എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അവർ സംശയം ചോദിച്ചു, ഹബീബായ നബിയെ, അങ്ങനെ ഒരു കൊല്ലം പോലത്തെ ഒരു ദിവസം, ഒരു മാസം പോലത്തെയും ഒരാഴ്ച പോലത്തെ ഈ 3 ദിവസങ്ങളിൽ ഒരു ദിവസം നിസ്കരിക്കുന്ന 5 വക്ത് നിസ്കരിച്ചാൽ മതിയാവോ എന്ന് ചോദിച്ചപ്പോൾ ലാ ഫഖ്ദറു ലഹു ഖദ്റഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സാധാരണ വരുന്ന കണക്ക് കൃത്യമായി കിട്ടുന്ന ഈ ഒരു ദിവസത്തിന് 24 മണിക്കൂറിന്റെ കണക്ക് വെച്ചിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് സാധാരണ പോലെ സമയം കണക്കാക്കി നിസ്കരിക്കണം എന്നതുപോലെ ഇവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് സമയം കണക്കാക്കി ചെയ്യേണ്ടതാണ്. നോമ്പായാലും നിസ്കാരമായാലും, അതായത് നോമ്പ് തുറക്കലും അതുപോലെ തന്നെ നോമ്പ് പിടിക്കലും അതുപോലെ തന്നെ മഗ്‌രിബ്, ഇശാ, സുബ്ഹ് എന്നീ നിസ്കാരവും സമീപ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിന്റെ തൊട്ടടുത്ത നാട്, അതിന്റെ അവിടെ മാറ്റം കാണുന്നുണ്ട്, ഈ നാട്ടിൽ മാറ്റം കാണില്ല. അങ്ങനെ അത് എത്ര ദൂരത്തുള്ള നാട്ടിലാണ് ഈ മാറ്റം കാണുന്നതെന്ന് വെച്ചാൽ ആ നാട്ടിന്റെ പരിധി വെച്ചിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നോമ്പ് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കേണ്ടതാണ്.